നമസ്കാരം. നമ്മുടെ നാട്ടിലെ ചില മതേതര സിംഹങ്ങളുണ്ടല്ലോ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി നടന്ന് നമ്മുടെ കണ്ണ് കെട്ടുന്നവർ. അവരോടാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ലോണിയിൽ അശോക് വിഹാറിൽ നടന്നത് കേട്ടാൽ ഏതൊരു ഭാരതീയന്റെയും ചോരയൊന്ന് തിളയ്ക്കും. സലീം വസ്തിക്ക് എന്നൊരു പാവ മനുഷ്യൻ, അയാൾ എക്സ് മുസ്ലിം ആണ് എന്നുള്ളതാണ് അയാൾ ചെയ്ത വലിയ തെറ്റായി ഇവിടുത്തെ തീവ്രവാദികൾ കാണുന്നത്. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് താൻ വിശ്വസിച്ച മതത്തിലെ ചില പോരായ്മകൾ യുക്തിയോടെ അദ്ദേഹം തുറന്നു പറഞ്ഞു. അതിനി സമാധാനവാദികൾ കൊടുത്ത സമ്മാനം എന്താണെന്നറിയുമോ? വീട്ടിനുള്ളിൽ ഇരച്ചു കയറി കഴുത്തിലും നെഞ്ചത്തും പച്ചയ്ക്ക് കുത്തിമലർത്തി. ആലോചിച്ചു നോക്കൂ, സ്വന്തം അഭിപ്രായം പറയാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലേ? അതോ ഇവിടുത്തെ നിയമം ചിലരുടെ പോക്കറ്റിലാണോ? നമ്മുടെ മോദിജി ഡൽഹിയിൽ ഭരിക്കുമ്പോൾ ഇമ്മാതിരി താലിബാൻ വേലയുമായി ഇറങ്ങുന്നവരോട് ഒരു കാര്യം പച്ചയ്ക്ക് തന്നെ പറഞ്ഞേക്കാം: ഈ കളി അധികകാലം നടക്കില്ല. ഇത് പണ്ട് നിങ്ങൾ കണ്ട ആ പഴയ ദുർബലമായ ഭാരതമൊന്നുമല്ല. ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ ചങ്കൂറ്റമില്ലാത്ത ഭീരുക്കളാണ് ഈ അർദ്ധരാത്രിയിൽ കത്തിയും കൊണ്ട് ഇറങ്ങുന്നത്. 28,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ തന്റെ അറിവുകൾ പങ്കുവെക്കുമ്പോൾ ചിലരുടെയൊക്കെ മർമ്മത്ത് കൊണ്ടു. സ്വർഗത്തിൽ പോയി ഹൂറിമാരെ കെട്ടിപ്പിടിക്കാമെന്ന് കരുതി ഇറങ്ങിയ ഈ ക്രിമിനലുകൾക്ക് മോദി സർക്കാർ കൊടുക്കാൻ പോകുന്നത് ജയിലിലെ കമ്പി എണ്ണാനുള്ള യോഗമാണ്. സലീം വസ്തിക് ചെയ്തത് വലിയ തെറ്റാണെന്ന് പറയുന്നവർ ഓർത്തോ, ഇത് ജനാധിപത്യ ഭാരതമാണ്, അല്ലാതെ വല്ല മധ്യകാലഘട്ടത്തിലെ ഗോത്രവർഗ ഭരണമൊന്നുമല്ല. ഈ മുസ്ലിം ആർമി എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കൊലവിളി നടത്തുന്നവരാണിവർ. ഒഫീഷ്യൽ M3 HDI എന്നൊക്കെ പേരുള്ള ഇൻസ്റ്റഗ്രാം വഴി വീഡിയോ പ്രചരിപ്പിക്കുകയാണ് മത തീവ്രവാദികൾ. എന്തായാലും ഇനി ഇത് മോദി സർക്കാർ വച്ചു പൊറുപ്പിക്കില്ല. പണ്ട് ഇതൊക്കെ നടക്കുമായിരുന്നു. കാരണം അന്ന് ഡൽഹിയിൽ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾക്ക് വോട്ട് ബാങ്കിന്റെ പേടിയായിരുന്നു. പ്രീണന രാഷ്ട്രീയം കളിച്ച് ഇങ്ങനെയുള്ള വിഷജന്തുക്കളെ അവർ താരാട്ടുപാടി വളർത്തി. എന്നാൽ ഇന്ന് അവിടെ ഇരിക്കുന്നത് നരേന്ദ്ര മോദിയാണ്. ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായാണ്. ഓരോ തുള്ളി ചോരയ്ക്കും ഈ ഭരണകൂടം കണക്ക് ചോദിക്കും. പതുങ്ങിയിരിക്കുന്ന പാമ്പുകളെ ഓരോന്നിനെയും മാളത്തിൽ നിന്ന് വലിച്ചു പുറത്തിടാൻ ഈ സർക്കാരിന് നന്നായി അറിയാം. സലീം വസ്തിക്കിനെ കുത്തിയപ്പോൾ കുത്തേറ്റത് അയാൾക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഭരണഘടനയുമാണ്. മോദി സർക്കാരിന്റെ ഭരണത്തിൽ ഓരോ മതവിശ്വാസിക്കും മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ മതം ഉപേക്ഷിക്കാനും വിമർശിക്കാനും ഈ മണ്ണിൽ പൗരന് അവകാശമുണ്ട്. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ, ഇവിടുത്തെ നിയമം പാലിച്ച് ജീവിക്കാൻ വയ്യെങ്കിൽ ഇവർക്കിഷ്ടപ്പെട്ട നിയമങ്ങളുള്ള രാജ്യങ്ങളിലേക്ക് ടിക്കറ്റ് എടുത്ത് വിടാൻ നമ്മൾ മടിക്കില്ല. ആശയങ്ങളെ എതിർക്കുന്നവരെ കൊന്നുതള്ളാമെന്നത് ഏത് മതത്തിന്റെ പേരിലായാലും അത് BJP അനുവദിക്കില്ല. ഈ അക്രമികൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് മറ്റുള്ളവരെ പേടിപ്പിക്കാനാണ്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. ഭയപ്പെടാൻ ഇത് പഴയ കാലമല്ല. ഈ സംഭവത്തിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന തന്നെയുണ്ട്. മോദിജി വന്നതിനു ശേഷം ഇവിടുത്തെ തീവ്രവാദികളുടെ പഴയ ഷോ ഒക്കെ അങ്ങ് അസ്തമിച്ചു. ബോംബ് സ്ഫോടനങ്ങളും വഴിനീളെയുള്ള ആക്രമണങ്ങളും നിലച്ചതിന്റെ ചൊറിച്ചിലാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തീർക്കുന്നത്. ഒരു വിഭാഗത്തിനെതിരെ ചെറിയൊരു വാക്ക് പറഞ്ഞാൽ ഉടനെ ഇന്ത്യ വിടണം എന്ന് പറഞ്ഞ് കരയുന്ന ബുദ്ധിജീവികൾ എവിടെയാണിപ്പോൾ? ഇപ്പോൾ ഈ കുത്തേറ്റ് കിടക്കുന്ന മനുഷ്യനെ നിങ്ങൾ എന്താണ് കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഇതൊക്കെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ മുസ്ലിം ആർമി എന്ന ക്ലോസ്ഡ് ഗ്രൂപ്പുകളെ കുറിച്ച് പറയാം. ഇവർ പ്ലാൻ ചെയ്ത് ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യുകയാണ്. മോദി സർക്കാരിന്റെ വികസനങ്ങളെ പുകഴ്ത്തുന്ന മുസ്ലിങ്ങളെ പോലും ഇവർ വെറുതെ വിടുന്നില്ല. സലീം വസ്തിക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതവർക്ക് സഹിച്ചില്ല. ഒരാളെ കുത്തിമലർത്താൻ നിർദ്ദേശം നൽകുന്ന വലിയൊരു ശൃംഖല തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിങ്ങിനെ വേരോടെ പിഴുതെറിയാൻ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസറുകൾക്ക് അധിക സമയം വേണ്ടിവരില്ല. കുറ്റവാളികൾ എത്ര വലിയ ഉന്നതനായാലും അവർ ജയിലിൽ കിടക്കും. BJPക്കാർ വികസനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. റോഡുകളും പാലങ്ങളും ഡിജിറ്റൽ വിപ്ലവങ്ങളും ഇവിടെ കൊണ്ടുവന്നു. അതിനിടയിൽ ഇങ്ങനെയുള്ള വൈറസുകളെ കൂടി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഭാരതം ഒരു വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ഇത്തരം തീവ്രവാദ ചിന്താഗതികളെ മുളയിലേ നുള്ളണം. സലീം വസ്തിക്കിനെ പോലെ ധൈര്യമായി മുന്നോട്ട് വരുന്നവർക്ക് ഈ സർക്കാർ പാറ പോലെ കൂടെയുണ്ടാകും. ഡൽഹിയിലെ GTB ഹോസ്പിറ്റലിൽ അദ്ദേഹം ജീവന് വേണ്ടി പോരാടുമ്പോൾ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയും കൂടെയുണ്ട്. സത്യം പറയുന്നവന്റെ കൂടെ BJP ഉണ്ടാവും. മോദിജി വന്നതോടെ ഇത്തരം മതഭ്രാന്തന്മാരുടെ കളികൾക്ക് പൂട്ട് വീണു തുടങ്ങി. അതിന്റെ പേടിയാണ് ഈ കത്തിക്കുത്തിൽ കാണുന്നത്. വർഗീയ വിഷം ചീറ്റുന്നവർക്ക് മോദിജി നൽകുന്ന മറുപടി സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെയും കടുത്ത നിയമങ്ങളിലൂടെയുമാണ്. ഇത് 2026 ഭാരതം ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന കാലം. ഇവിടെ ഇരുട്ടിന്റെ ശക്തികൾക്ക് വെളിച്ചം കെടുത്താൻ കഴിയില്ല. എതിർക്കുന്നവർക്ക് എതിർക്കാം, പക്ഷേ വികസനത്തിന്റെയും നീതിയുടെയും ഈ തേരോട്ടം ആർക്കും തടയാനാകില്ല. താമര വിരിഞ്ഞ ഈ മണ്ണിൽ സമാധാനം തകർക്കാൻ വരുന്നവൻ ഏവനായാലും അവനെ നിയമത്തിന് മുന്നിൽ മുട്ടുകുത്തിക്കും. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി.
വിമർശിക്കുന്നവരെ കൊന്നു തള്ളാമെന്ന് കരുതുന്നവർ ഒന്നോർക്കുക, ഇത് ഭാരതമാണ്. ഇവിടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നെഞ്ചുറപ്പുള്ള ഒരു നേതൃത്വമുണ്ട്. സലീം വസ്തിക്കിനെ പോലെയുള്ളവർ ഈ രാജ്യത്തിന്റെ മാറ്റത്തിന്റെ വക്താക്കളാണ്. അവരെ തകർക്കാൻ നോക്കുന്നവർ സ്വയം തകരാൻ പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.